തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രകുളത്തിനു സമീപം കക്കൂസ് മാലിന്യം തള്ളി. രാവിലെ ക്ഷേത്രകുളത്തിൽ കുളിക്കാനെത്തിയവരാണ് ദുർഗന്ധം കാരണം കക്കൂസ് മാലിന്യം കണ്ടെത്തിയത്. ക്ഷേത്രകുളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കുളത്തിലെ വെള്ളം നിറഞ്ഞു പുറത്തേക്ക് ഒഴുകി കടലിലേക്ക് പോകുന്ന തണ്ണീർത്തടത്തിലാണ് ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യവിരുദ്ധർ വാഹനത്തിൽ മാലിന്യം തള്ളിയതായി ശ്രദ്ധയിൽപ്പെട്ടത്. ചക്രതീർത്ഥ കുളത്തിന് സമീപത്ത് മാലിന്യം തള്ളിയതിൽ ജനരോക്ഷം ശക്തമായി. ക്ഷേത്രകുളത്തിലെത്തുന്ന ഭക്തജനങ്ങൾ ദുർഗന്ധം മൂലം മൂക്കുപൊത്തി പോകേണ്ട അവസ്ഥ. ദിവസേന നൂറുകണക്കിന് തീർത്ഥാടകരാണ് പരിപാവനമായ ക്ഷേത്രകുളത്തെ ആശ്രയിക്കുന്നത്. അല്ല, ഇത് കാണിച്ചേക്കുന്ന പറഞ്ഞാൽ ശുദ്ധ തെമ്മാടിത്തരമാണ്. അത് ആര് കാണിച്ചാലും ശരി തന്നെയാണ്. നമ്മൾ ഭക്തജനങ്ങൾ നല്ല രീതിയിൽ പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാര്യം ഇത് ഈ നിരവധി ഭക്തജനങ്ങൾ വന്ന് കുളിക്കുന്ന ഒരു ക്ഷേത്രകുളമാണ്. ആ ക്ഷേത്രകുളത്തിന്റെ പരിസരത്താണ് ഇങ്ങനെ ഒരു സംഭവം നടന്നേക്കുന്നത്. അതും കക്കൂസ് മാലിന്യം. അത് വന്ന് കണ്ടാൽ എന്താ പറയാ, മെല്ലടിച്ചിട്ട് അതിന്റെ അടുത്തോട്ട് പോലും പറ്റാത്ത അവസ്ഥയാണ്. സാമൂഹ്യ ആര് കാണിച്ചിട്ടുണ്ടെങ്കിലും ശരി തന്നെ അത് ഭക്തജനങ്ങൾ അതിനെതിരെ നല്ല ശക്തമായിട്ടൊരു പ്രതിഷേധം മുന്നോട്ട് പോകും. അതിന് ഈ അധികാരികൾ വേണ്ട നടപടി എടുത്തിരിക്കണം. തീർച്ചയായും രാവിലെ 11 മണിയോടെ നഗരസഭ ആരോഗ്യ വിഭാഗത്തെ വിവരം അറിയിച്ചെങ്കിലും അധികൃതർ സ്ഥലത്തെത്തി അന്വേഷിക്കുന്നതിനോ മാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള നടപടികളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് നാട്ടുകാർ ആക്ഷേപം ഉന്നയിച്ചു. വിവരമറിഞ്ഞ് ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷീബ സ്ഥലത്തെത്തി പരിശോധിച്ചതിൽ ഗുരുതരമായ സംഭവമാണിതെന്ന് വിലയിരുത്തുകയും കുറ്റകൃത്യം ചെയ്തവരെ കണ്ടുപിടിക്കാനായി വർക്കല പോലീസിൽ പരാതി നൽകുമെന്നും അറിയിച്ചു. ഞങ്ങൾ വന്ന് അറിയിച്ചു. ഞാനിവിടെ വന്ന് നോക്കി, സത്യമാണെന്ന് ബോധ്യമായി പോലീസിലേക്ക് കംപ്ലൈന്റ് ചെയ്യാൻ പോവുകയാണ്. അവർക്കെതിരായിട്ട് നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി. ബീക്കൺ ന്യൂസ് വർക്കല.